നമുക്ക് ലാസ്റ്റ് ഉള്ള 2 തിയറും 2 പ്രോബ്ലമേ ഉള്ളൂ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ക്ലാസ്സിലെ ഡെഫിനിഷന്. F10 ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി, എഫ് ഇൻഫിനിറ്റി ആവാനുള്ളത് നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ പറഞ്ഞതാണ്. ഞാൻ ഒന്നും കൂടെ പറയാം. എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് ഇഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ ആൻഡ് സപ്പോസ് എ ഇൻഫിനിറ്റി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഫോർ സം എ എലിമെൻറ്റ് ഓഫ് എ, we say that f tends to infinity as x tends to infinity if നമ്മൾ എഫ് ഇൻഫിനിറ്റിയോട് പോവുക എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഒരുപാട് വലുതാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. എക്സ് ഇൻഫിനിറ്റിയോട് പോകുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ കെ എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ എനി റിയൽ നമ്പർ ആൽഫ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ ഡിപ്പെൻഡിങ് ഓൺ ആൽഫ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എക്സിസ്റ്റ് എ കെ ആൽഫ ഗ്രേറ്റർ ദാൻ എ. അതായത് നമ്മൾ എ തൊട്ട് ഇൻഫിനിറ്റി എന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നത്. നമ്മൾ പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനി റിയൽ നമ്പർ ആൽഫ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് വെൻ എവർ എക്സ് ഗ്രേറ്റർ ദാൻ കെ എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. ഇതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റിയുടെ ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എഫ് ഇൻഫിനിറ്റി ആവണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് റിയൽ നമ്പർ ആൽഫ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമുക്ക് കെ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് വെൻ എവർ എക്സ് ഗ്രേറ്റർ ദാൻ കെ എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. ഇനി നമുക്ക് എഫ് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന കേസാണ് വരുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ എഫ് ഇസ് എ സബ്സെറ്റ് ഓഫ് f is a function from a to r and my a infinity x tends to infinity ആയതുകൊണ്ട് a infinity subset of a, we say that f tends to minus infinity as x tends to infinity and write limit x tends to infinity f is equal to minus infinity if given any alpha element of r there exists a k alpha such that x greater than k വരുമ്പം f of x is less than alpha. ഇവിടെയാണ് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ കെ, എഫ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ. ഇവിടെ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ കെ, മൈനസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് എഫിൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ആൽഫ എന്ന് നമ്മൾ പറയുന്നു. നമുക്ക് തിയറം 17 ആണ് വരുന്നത്. ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ ആൻഡ് സപ്പോസ് എ ഇൻഫിനിറ്റി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. Then the following statements are equivalent. Limit x tends to infinity f is equal to infinity for every sequence xn in a infinity such that limit of xn equal to infinity, then limit of f of xn is also equal to infinity. അപ്പോൾ നമ്മൾ ലിമിറ്റ് ഓഫ് എഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ എഫ് ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു സീക്വൻസ് ക്രൈറ്റീരിയ പോലെയാണ് വരുന്നത്. എക്സ് എൻ ഇൻഫിനിറ്റിയോട് പോകുന്നൊരു സീക്വൻസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എനും ഇൻഫിനിറ്റിയോട് പോകും. അതേപോലെ തന്നെ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആൻഡ് സപ്പോസ് എ ഇൻഫിനിറ്റി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഫോർ സം എലിമെൻറ്റ് ഓഫ് എ, ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എക്സ് എൻ ഇൻഫിനിറ്റിയോട് പോകുമ്പം എഫ് ഓഫ് എക്സ് എൻ ഇത് മൈനസ് ഇൻഫിനിറ്റി ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ മൈനസ് ഇൻഫിനിറ്റിയോട് പോകണം. അതേ ഉള്ളൂ ഡിഫറൻസ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എക്സ് എൻ ഇൻഫിനിറ്റിയോട് പോകുമ്പം എഫ് ഓഫ് എക്സ് എനും മൈനസ് ഇൻഫിനിറ്റിയോട് പോകുന്നു. ഇത് ഇതിൻ്റെ പ്രൂഫ് തന്നിട്ടില്ല. ഇനി അടുത്ത തിയറം 18 ആണ്. തിയറം 18. ലെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ എഫ് ആൻഡ് ജി ആർ ഫംഗ്ഷൻസ് ഫ്രം എ ടു ആർ ആൻഡ് സപ്പോസ് ദാറ്റ് എ ഇൻഫിനിറ്റി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. Suppose further that g of x is positive, g of x is greater than 0 for all x greater than a, and that for some L element of R with L not equal to 0 we have limit x tends to infinity f of x by g of x is equal to L. Limit x tends to infinity f of x by g of x equal to L. ഈ ഫസ്റ്റ് രണ്ട് പാർട്ടായിട്ടാണ് L greater than 0, then limit x tends to infinity f is equal to infinity if and only if limit x tends to infinity g is equal to infinity. അപ്പം g of x പോസിറ്റീവാണ്. എന്നിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ബൈ ജി എൽ, എൽ വേർ എൽ ഈസ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഇൻഫിനിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ജിയും ഇൻഫിനിറ്റി ആയേ പാടുള്ളൂ. അടുത്തത് ഇനി എൽ ലെസ് ദാൻ 0 ആണെങ്കിൽ limit x tends to infinity
f is equal to minus infinity if and only if limit x tends to infinity g equal to infinity. അപ്പം ഇത് എൽ നെഗറ്റീവ് വരുമ്പം എഫിൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ജി ഷുഡ് ബി പോസിറ്റീവ് ഇൻഫിനിറ്റി. അപ്പം അതിന് വേണ്ടി നമ്മൾ നേരത്തെ സെക്കൻഡ് മൊഡ്യൂൾ സീക്വൻസിൻ്റെ കേസിൽ നമ്മൾ ഒരു കമ്പാരിസൺ ടെസ്റ്റ് പോലത്തേത് തിയറം 25 ആയിട്ട് ചെയ്തു. ഏകദേശം അതിൻ്റെ പ്രൂഫ് പോലെ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് പാർട്ടിൽ എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ വേർ എൽ ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എൽ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എപ്സിലോൺ ഈസ് ഈക്വൽ ടു എൽ ബൈ 2 എന്ന് എടുക്കാം. എപ്സിലോൺ ഈക്വൽ ടു എൽ ബൈ 2 ആകുമ്പോൾ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറയുമ്പോൾ എന്താണ്, എൽ ബൈ 2 വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ കെ ആൽഫ. ഇവിടെ കെ ഓഫ് എൽ എന്ന് കെ ഓഫ് എപ്സിലോൺ ഈക്വൽ ടു എൽ ബൈ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഒരു ലിമിറ്റ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് പറയാം എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് വെൻ എവർ എക്സ് ഗ്രേറ്റർ ദാൻ കെ എപ്സിലോൺ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എൽ ബൈ 2. അപ്പോൾ നമ്മളതിനെ മാറ്റുവാണെങ്കിൽ മോഡുലസ് മാറ്റുവാണെങ്കിൽ മൈനസ് എൽ ബൈ 2 ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എൽ ബൈ 2. അപ്പോൾ നമുക്ക് എൽ ആഡ് ചെയ്യുമ്പം എൽ ബൈ 2 ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 3l by 2 where l by 2 ഈസ് പോസിറ്റീവ്. അപ്പോൾ ഇത് എക്സ് ഗ്രേറ്റർ ദാൻ കെ എപ്സിലോൺ വരുമ്പോഴെല്ലാം ഇതുള്ളത് കൊണ്ട് നമുക്ക് പറയാം നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്നാണ് നമ്മളെപ്പോഴും എടുക്കുന്നത്. കാരണം എ ഇൻഫിനിറ്റി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നുള്ളതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ എയിൽ ആണ് നമ്മളിത് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം എയേക്കാളും വലിയൊരു A1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ദാൻ A1 ഗ്രേറ്റർ ദാൻ എ സച്ച് ദാറ്റ് വെൻ എവർ എക്സ് ഗ്രേറ്റർ ദാൻ A1 എക്സ് ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ കെക്ക് പകരം A1 എടുക്കുന്നതേ ഉള്ളൂ. എക്സ് ഗ്രേറ്റർ ദാൻ A1 വരുമ്പോഴെല്ലാം നമുക്ക് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എൽ ബൈ 2നും 3l by 2നും ഇടയ്ക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ജി ഓഫ് എക്സ് പോസിറ്റീവാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ എന്ന് തന്നേക്കുന്നത് കൊണ്ട് നമുക്ക് ജി ഓഫ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻഇക്വാളിറ്റി ചേഞ്ച് ഒന്നും വരിക. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് ദിസ് ഈസ് ലെസ് ദാൻ എൽ ബൈ 2 ജി ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 3l by 2 ഇൻറ്റു ജി ഓഫ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ A1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എൽ ബൈ 2 ജി ഓഫ് എക്സിനും 3l by 2 ജി ഓഫ് എക്സിനും ഇടയ്ക്കാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിയറം 25 അതേ പ്രൂഫാണ് പിന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി നിൽക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ റിസൾട്ട് ഉണ്ട്. ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എൽ ബൈ 2 ജി ഓഫ് എക്സിനും 3l by 2 ജി ഓഫ് എക്സിനും ഇടയ്ക്കാണ് കിടക്കുന്നത്. സപ്പോസ് നമ്മൾ പറയുവാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഇൻഫിനിറ്റിയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം there exists for alpha element of R there exists a k alpha such that f of x is greater than alpha if x greater than k. നമുക്ക് ആൽഫ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 3l by 2 ജി ഓഫ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ കെ ആൽഫ എന്ന് പറയാമല്ലോ. എഫിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പോർഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 3l by 2 ജി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഇനി ഇതും കൂടെ കമ്പൈൻ ചെയ്താൽ ജി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2/3l 2 ആൽഫ ബൈ 3l നമ്മൾ 2/3l വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ ഈ ഒരു പോർഷന് 2/3l വരും. 2/3l ആൽഫ ഈസ് ലെസ് ദാൻ
3g(x) എന്ന് കിട്ടും. അപ്പോൾ g(x) ഈസ് ഗ്രേറ്റർ ദാൻ 2/3 L⁴ ഇഫ് x ഗ്രേറ്റർ ദാൻ K⁴. അപ്പോൾ നമുക്ക് പറയാം അതിൽ നിന്ന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, ജിയും ഇൻഫിനിറ്റിയാണ്. അപ്പോൾ എഫ് ഇൻഫിനിറ്റി വന്നപ്പം ജിയുടെ ലിമിറ്റും ഇൻഫിനിറ്റി വന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ജി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഇനി നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ജി ഇൻഫിനിറ്റി എന്ന് എടുത്തെന്ന് വിചാരിക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ജി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇനി ആൽഫ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു K⁴ കിട്ടും. സച്ച് ദാറ്റ് വെൻ എവർ എക്സ് ഗ്രേറ്റർ ദാൻ K⁴ g(x) ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ, അല്ലെങ്കിൽ ആൽഫ ലെസ് ദാൻ g(x). അപ്പോൾ നമുക്ക് ആൽഫ ലെസ് ദാൻ g(x). ഇനി നമുക്കറിയാം ഈ ഒരു റിസൾട്ടിൻ്റെ ഈ ഒരു പോർഷൻ എടുത്താൽ L/2 g(x) ഈസ് ലെസ് ദാൻ f(x) എന്നാണ്. അപ്പോൾ നമുക്ക് L/2 ആൽഫ ലെസ് ദാൻ L/2 g(x) ഈസ് ലെസ് ദാൻ f(x) എന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് f(x) അതിൽ നിന്ന് f(x) ഈസ് ഗ്രേറ്റർ ദാൻ L⁴/2. ഇനി ആൽഫ എടുത്താൽ f(x) ഗ്രേറ്റർ ദാൻ L⁴/2 ആണ് ഫോർ x ഗ്രേറ്റർ ദാൻ k. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ആദ്യം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഇൻഫിനിറ്റി വന്നപ്പം ഇതും ഇൻഫിനിറ്റിന്ന് കിട്ടി. ഇനി ജിയുടെ ലിമിറ്റ് ഇൻഫിനിറ്റി എടുത്തപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയത് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് എൽ പോസിറ്റീവ് ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ജി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഇനി സെക്കൻഡ് പാർട്ടിൻ്റെ പ്രൂഫ് തന്നിട്ടില്ല, ഇതേപോലെ തന്നെ ചെയ്താൽ നമുക്ക് കിട്ടും.